പാറക്കൽ അബ്ദുള്ള അങ്ങേക്ക് 7 മിനിറ്റ്. സർ, ഞാൻ ഈ ബജറ്റ് നിർദ്ദേശങ്ങളെ അനുകൂലിക്കുന്നു. ഭരണത്തിലേറി ഒരു മാസം പൂർത്തിയാകുന്നതിന് തൊട്ടടുത്ത ദിവസം മുഖ്യമന്ത്രി കൂടിയായ നമ്മുടെ ധനകാര്യമന്ത്രി സഭയിൽ അവതരിപ്പിച്ച ബജറ്റ് ഭാവി കേരളത്തിൻ്റെ ബ്ലൂ പ്രിൻ്റായാണ് സർ വിദഗ്ധരടക്കം വിലയിരുത്തുന്നത്. മലയാളത്തിലെ ഒരു പ്രമുഖ പത്രം ബജറ്റിനെ വിശേഷിപ്പിച്ചത് വിഭവ സമുദ്രം എന്നായിരുന്നു. നമ്മുടെ നാടിൻ്റെ പ്രകൃതിയും ചരിത്രവും സംസ്കാരവും അടക്കം സകലതും മനസ്സിലാക്കി കേരളത്തിൻ്റെ ഭാവിക്ക് എന്താണോ വേണ്ടത് അതാണ് സർ ഇവിടെ അവതരിപ്പിക്കപ്പെട്ടത്. സർ, നമ്മുടെ കേരളത്തിൻ്റെ ഭൂപ്രകൃതി വളരെ സവിശേഷമാണ്. 600 കിലോമീറ്റർ നീണ്ടുകിടക്കുന്ന തീരദേശം ലോകത്തിന് മുന്നിലേക്ക് മലർക്കെ തുറന്നിട്ട സാധ്യത കൂടിയാണെന്ന് ബജറ്റ് തിരിച്ചറിഞ്ഞിരിക്കുന്നു. സർ, മിഷൻ സമുദ്ര അതിലേക്കുള്ള ചൂണ്ടുപലകയാണ്. സർ, നമ്മുടെ കൊച്ചു കേരളം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ലോക മാപ്പിൽ അടയാളപ്പെടുത്തപ്പെട്ട പ്രദേശമായിരുന്നു. ഗ്രീക്കുകാരും റോമക്കാരും പാശ്ചാത്യരും നമ്മുടെ നാട്ടിലെത്തി കച്ചവടം ചെയ്തിരുന്നു. നമ്മുടെ ഉൽപ്പന്നങ്ങൾക്ക് ലോക മാപ്പിൽ പ്രത്യേക ഒരിടമുണ്ടായിരുന്നു. 14-ാം നൂറ്റാണ്ടിലെ ലോകസഞ്ചാരി ഇബ്നു ബത്തൂത്ത ഡൽഹിയിലെത്തി ചൈനയിലേക്ക് യാത്ര ചെയ്യാൻ തിരഞ്ഞെടുത്ത വഴി കോഴിക്കോട് തുറമുഖമായിരുന്നു. അന്ന് ഇന്ത്യയിൽ നിന്ന് ചൈനയിലേക്ക് യാത്ര ചെയ്യാനായി കപ്പൽ സർവീസ് നടത്തിയിരുന്ന തുറമുഖ നഗരമായിരുന്നു സർ നമ്മുടെ കോഴിക്കോട്. മിഷൻ സമുദ്ര വീണ്ടും ലോക മാപ്പിൽ നമ്മുടെ കേരളത്തെ കൊണ്ടുപോകുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. ഇതൊരു സാധാരണ ബജറ്റല്ല സർ. വയോജനങ്ങൾ മുതൽ ജൻസി തലമുറ വരെയും, സിനിമയും സാഹിത്യവും മുതൽ ആരോഗ്യവും കൃഷിയും ടൂറിസം വരെയും എല്ലാ മേഖലകൾക്കും പുതുയുഗപ്പിറവി സമ്മാനിക്കുന്ന രേഖയാണ് സർ. കോഴിക്കോട്ടും തിരുവനന്തപുരത്തും ലൈറ്റ് മെട്രോ, മലബാറിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള ഫുട്ബോൾ സ്റ്റേഡിയം, കോഴിക്കോട്ട് MT കൾച്ചറൽ പാർക്ക്, മലപ്പുറത്ത് ക്യാൻസർ സെൻറ്റർ, പുതിയ ജില്ലകളുടെയും താലൂക്കുകളുടെയും രൂപീകരണ സാധ്യതാ പഠനം എന്നിവയൊക്കെ ബജറ്റിൽ പ്രഖ്യാപിച്ച് ജനശ്രദ്ധ നേടിയ പദ്ധതികളിൽ ചിലത് മാത്രമാണ്. പ്രവാസികളെപ്പറ്റി ഈ ബജറ്റിൽ പരാമർശിക്കുന്നുണ്ട്. സർ, ഇന്നലെയാണ് ഖത്തറിലെ റാസ്ലഫാനിലെ ഫാക്ടറിയിൽ ഉണ്ടായിരുന്ന സ്ഫോടനത്തിൽ ഒരു പ്രവാസി മലയാളി, എൻ്റെ നാട്ടുകാരൻ, എൻ്റെ നിയോജക മണ്ഡലക്കാരൻ അർജുൻ മരണപ്പെട്ടത്. ഒരു വീടിൻ്റെ അത്താണിയായി പ്രവാസം തിരഞ്ഞെടുത്ത ആ ചെറുപ്പക്കാരൻ പ്രവാസികളുടെ കണ്ണുനീരിൻ്റെ പ്രതീകമാണ് സർ. ആ കുടുംബത്തിനെ നാം ചേർത്ത് പിടിക്കണം സർ. ആ കുടുംബത്തിനുണ്ടായ നഷ്ടത്തിന് ഒന്നും പകരമാവില്ലെങ്കിലും അടിയന്തര ധനസഹായം പ്രഖ്യാപിക്കണമെന്ന് ഞാൻ ആവശ്യപ്പെടുകയാണ് സർ. മുഖ്യമന്ത്രി ഈ കാര്യത്തിൽ ഒരു പ്രത്യേക ശ്രദ്ധ പതിപ്പിക്കണം എന്നിവിടെ സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ്. സർ, പ്രവാസികളുടെ വേദനയും കണ്ണീരും നേരാവണ്ണം മനസ്സിലാക്കാൻ നമുക്ക് കഴിയണം സർ. നമ്മുടെ നാടിൻ്റെ നട്ടെല്ലും ഇന്ധനവുമാണവർ. സംസ്ഥാന ബാങ്കുകളിലെ പ്രവാസി നിക്ഷേപം ഇപ്പോൾ 10 ലക്ഷം കോടി രൂപ കവിഞ്ഞു. വിദേശ പണം വരവ് പ്രതിവർഷം 2 ലക്ഷം കോടിയിലേറെ വർദ്ധിച്ചിട്ടുണ്ട്. ഈ പണം വിവിധ പ്രവാസി സ്റ്റാർട്ടപ്പുകൾക്കും ടൂറിസത്തിനും വിവിധ ആരോഗ്യ വിദ്യാഭ്യാസ പദ്ധതികൾക്കുമായി നിക്ഷേപിക്കണമെന്ന ആശയം ഈ ബജറ്റ് വിഭാവനം ചെയ്യുന്നുണ്ട്. സാധാരണക്കാരായ പ്രവാസികൾക്ക് കൂടി മികച്ച ജീവിതം കെട്ടിപ്പടുക്കാനുള്ള അവസരമുണ്ടാകണം സർ. അതിലേക്കുള്ള ചുവടുവെപ്പായി ഈ ബജറ്റ് മാറണമെന്ന് പ്രതീക്ഷിക്കുകയാണ് സർ. സർ, മലബാറിൽ ഒരു അന്താരാഷ്ട്ര ഫുട്ബോൾ സ്റ്റേഡിയം നിർമ്മിക്കും എന്ന പ്രഖ്യാപനത്തെ ഏറെ പ്രതീക്ഷയോടെയാണ് സർ ഞാൻ നോക്കിക്കാണുന്നത്. യുവ കായിക പ്രതിഭകൾക്കുള്ള പ്രോത്സാഹനം എന്നതിനോടൊപ്പം സമൂഹത്തെ കാർന്നു തിന്നുന്ന ലഹരിക്കെതിരെയുള്ള ക്രിയാത്മക പ്രതിരോധം കൂടിയാണ് സർ. ജീവിതമാണ് ലഹരി എന്ന സന്ദേശമാണ് സർ അത് നൽകുന്നത്. സർ, ബഹുമാന്യനായ ആഭ്യന്തരമന്ത്രി ശ്രീ രമേശ് ചെന്നിത്തല സാറിനെ അഭിനന്ദിക്കാതെ ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തെക്കുറിച്ച് സംസാരിക്കാൻ കഴിയില്ല സർ. ഓപ്പറേഷൻ തൂഫാൻ അതിൻ്റെ പേര് സൂചിപ്പിക്കുന്നത് പോലെ അക്ഷരാർത്ഥത്തിൽ ഒരു കൊടുങ്കാറ്റായി മാറിയിരിക്കുന്നു സർ. അത് കേരളത്തിലെ മാത്രമല്ല, ഇന്ത്യയിലെ മാത്രമല്ല, അന്താരാഷ്ട്ര തലത്തിലുള്ള ലഹരി മാഫിയ സംഘങ്ങളുടെ അടിവേര് പിഴുതെറിയുന്ന തൂഫാനായി മാറിയിരിക്കുകയാണ് സർ. കേരള രാഷ്ട്രീയത്തിൽ ആഞ്ഞടിച്ച മറ്റൊരു കൊടുങ്കാറ്റായിരുന്നു സർ മെയ് 4-ന് കേരളം ഒട്ടാകെ ഉണ്ടായത്. ഒരിക്കലും തകരില്ലെന്ന് കരുതിയ കോട്ടകളൊക്കെ തകർന്ന്
തരിപ്പണമായി പോയി സർ. എങ്കിലും ചിലർക്ക് ഇപ്പോഴും അത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല സർ. തെരഞ്ഞെടുപ്പ് ജയിക്കുന്നതിനേക്കാൾ പ്രയാസം CPM-നെ അവർ തോറ്റെന്ന് ബോധ്യപ്പെടുത്തുന്നതാണ് സർ. എന്തൊരു സങ്കടമാണ് സർ. തോറ്റെന്ന് മാത്രമല്ല, തോൽവിയിൽ നിന്ന് ഇനിയും പാഠം ഉൾക്കൊള്ളാൻ ചിലർ തയ്യാറായിട്ടില്ല എന്നതിൻ്റെ സൂചനകളാണ് സർ CPM നേതാക്കളിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. എന്നെയും ഷാഫി പറമ്പിലിനെയും വടകരയിൽ പുറത്തിറങ്ങാൻ അനുവദിക്കില്ല എന്നാണ് ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെ പ്രസംഗിച്ച് നടക്കുന്നത് സർ. അവർ തീരുമാനിച്ചാൽ ഞങ്ങളാരും പുറത്തിറങ്ങില്ലെന്നും പുറത്തിറങ്ങിയാൽ ഞങ്ങളെ വകവരുത്തുമെന്നും പ്രസംഗിച്ച് നടക്കുകയാണ് സർ. ആ പറഞ്ഞവരുടെ സഹപ്രവർത്തകർ ഇവിടെയുണ്ട്. അവരോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, ഞങ്ങളങ്ങ് പേടിച്ചു പോയി എന്ന് നിങ്ങളൊക്കെ പോയി അങ്ങ് പറഞ്ഞേക്കണം. കാരണം ഞങ്ങൾക്ക് വടകരയിലോ അല്ലെങ്കിൽ നാട്ടിലോ കാലുകുത്തില്ല. ഞങ്ങളിപ്പോൾ ഞാനിപ്പോൾ ഇവിടുന്ന് തിരിച്ചു പോകുമ്പോൾ വടകര റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കൈകുത്തിപ്പോയാൽ ചിലപ്പോൾ ഇവർ അനുവദിക്കായിരിക്കും. ഏത് ലോകത്താണ് CPM-കാർ ജീവിക്കുന്നത് എന്ന് ഞങ്ങൾക്കറിയില്ല. ഇവരെ സർ പേടിപ്പിക്കാൻ ശ്രമിക്കുന്നത് നാട്ടിൽ കുരുക്കാത്ത നുണകൾ, എമ്മാതിരി നുണകൾ, പച്ചവെള്ളത്തിന് തീപിടിക്കുന്നത് പോലുള്ള നുണകളാണ് ഇവർ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പ്രചരിപ്പിച്ചത് സർ. കാഫർ സ്ക്രീൻഷോട്ട് എന്താണ്? കാഫർ സ്ക്രീൻഷോട്ട് ഉണ്ടാക്കിയത് വടകര സ്കോഡ് എന്ന് പറയുന്ന ഒരു വാട്സാപ്പ് കൂട്ടായ്മയാണ്. ഞാൻ ഇവിടുത്തെ എൻ്റെ ഇടതുപക്ഷത്തിൻ്റെ സുഹൃത്തുക്കളോട് പറയാം, വടകര സ്കോഡ് എന്ന് പറയുന്ന വാട്സാപ്പ് കൂട്ടായ്മയാണ്. ആ വാട്സാപ്പ് കൂട്ടായ്മ എന്തിനു വേണ്ടിയാണ് ഉണ്ടാക്കിയത്? SIT കണ്ടെത്തി ഉണ്ടാക്കിയത് വടകര പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് വിജയത്തിന് വേണ്ടി ഉണ്ടാക്കിയ വാട്സാപ്പ് കൂട്ടായ്മയാണത് വടകര സ്കോഡ്. ആ വാട്സാപ്പ് കൂട്ടായ്മയിലൂടെയാണ് ഈ കാഫർ സ്ക്രീൻഷോട്ട് പുറത്തു വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിനാരാണ് മറുപടി പറയേണ്ടത്? തെരഞ്ഞെടുപ്പ് വിജയത്തിന് വേണ്ടി ഔദ്യോഗികമായി CPM ഉണ്ടാക്കിയ വടകര സ്കോഡ് എന്ന് പറയുന്ന കാഫർ സ്ക്രീൻഷോട്ടിലൂടെ ഈ അവരുണ്ടാക്കിയ ഇതാണ് കാഫർ സ്ക്രീൻഷോട്ട്. അത് പ്രചരിപ്പിച്ചത്, ഷെയർ ചെയ്തതൊക്കെ CPM-കാരാണ്, ഉത്തരവാദപ്പെട്ട നേതാക്കന്മാരാണ്. DYFIയുടെ ബ്ലോക്ക് ജില്ലാതല നേതാക്കന്മാരാണ് ഇതൊക്കെ പ്രചരിപ്പിച്ചത്. എന്നിട്ട് അതിലും വലിയ തമാശ എന്ത് എന്ന് ചോദിച്ചാൽ, പിന്നെ ഞങ്ങൾ കാണുന്നത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് പിറ്റേ വോട്ടെണ്ണിയിട്ടില്ല, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് പിറ്റേ ദിവസം CPM വലിയ മതേതര റാലി നടത്തുക. എന്താ കാരണം? വടകരയിൽ വലിയ കലാപമുണ്ടാകും, മതസൗഹാർദ്ദം തകർന്നു പോയിരിക്കുന്നു, അതുകൊണ്ട് വലിയ ആയിരക്കണക്കിന് ആളുകളെ വിളിച്ച് റഹീം ഉൾപ്പെടെ കേരളം കണ്ട ഏറ്റവും വലിയ പൊളിറ്റിക്കൽ പോയിസനാണ് ഷാഫി എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളെയൊക്കെ വളരെ അധിക്ഷേപിച്ചുകൊണ്ട് മുസ്ലിം ലീഗുകാരാണ് ഇതിൻ്റെ പിന്നിലെന്ന് വളരെ പഠിച്ച് പറഞ്ഞതാണ് എന്ന് ഇവർ പ്രസംഗിച്ചു നടന്നു. ഇത് സംഘടിപ്പിച്ചത് ഈ റിബേഷും ഇന്ന് അറസ്റ്റിലുള്ള ജിതിൻ ഭാസ്കറുമാണ് എന്ന് പറയുമ്പോൾ CPM പോലീസ് കണ്ടെത്തിയിരിക്കുക. നിങ്ങളോട് തന്നെ, ഇടതുപക്ഷത്തോട് തന്നെ, നിങ്ങൾ ഈ ഒരു അവസ്ഥ മാറ്റിയില്ലെങ്കിൽ 12 സീറ്റിൽ ഞങ്ങൾ കോഴിക്കോട്ടുകാർ 12 സീറ്റ് 12 MLA-മാർ ഇവിടെ ഇരിക്കുന്നുണ്ട്. എന്താ കാരണം ഞങ്ങൾ 12 പേര്? ഇതാണ് കാരണം. നിങ്ങൾ സ്ഥിരമായി ചെയ്തുകൊണ്ടിരിക്കുന്നത് വടകര കോഴിക്കോട് ജില്ലയിൽ നിങ്ങൾ സ്ഥിരമായി വർഗീയ വിഷം ചീറ്റുന്ന രൂപത്തിൽ, RSS-നെ പോലും നാണിപ്പിക്കുന്ന രൂപത്തിലുള്ള തെരഞ്ഞെടുപ്പ് വിദ്വേഷ പ്രസംഗങ്ങൾ നിങ്ങൾ നടത്തുക. അതാണ് നിങ്ങൾ ഇത്രയേറെ വലിയ പരാജയത്തിന് അവിടെ കാരണമായിട്ടുള്ളത്. ഞാൻ നിർത്തുകയാണ് സർ, ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഒരു കാര്യം എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, ഞാനൊരു ഒരു കവിത ഇവിടെ ചൊല്ലി അവസാനിപ്പിക്കുക. മാപ്പിളെ നീയൻ അലവിയെങ്കിൽ തോളിൽ കൈയിട്ട് നടന്നുകൊള്ളൂ, കാഫിർ എന്നെ വിളിച്ചുകൊള്ളൂ, കാതുകുത്താതെ കഴിഞ്ഞുകൊള്ളൂ, നമ്മളെ വേർതിരിക്കുവാൻ നോക്കും നരഭോജികൾ തൻ നടുവിലൂടെ ഒരേ ചോര തൻ സ്പന്ദനവുമായി ഒരുമിച്ച് ഞങ്ങൾ മുന്നോട്ട് പോകും. ഇതാണ് ശരി പാടിയതാ. അതാണ് ഇടതുപക്ഷക്കാരോട്, വിശേഷിച്ച് CPM-കാരോട് പറയുന്നുള്ളത്. ഈ ബഡ്ജറ്റിനെ അനുകൂലിക്കുന്നു. ഞാൻ എൻ്റെ വാക്കുകൾ